ഫിറ്റിംഗ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫിറ്റിംഗ് എന്നുള്ളത്. ഇവിടെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന സമയത്തും പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. ഫിറ്റിംഗ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. If you want to fit a Poisson distribution to a given frequency distribution, we have to compute the mean of the given distribution and take it as m. Once m is known, the Poisson distribution obtained is putting that value of m in e raised to minus m raised to x divided by x factorial. The expected or theoretical frequencies can be obtained by putting x equal to 0, 1, 2, 3, etc. in n into e raised to minus m raised to x divided by x factorial. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചിരുന്ന പോലെ തന്നെ ഫിറ്റിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത് എക്സ്പെക്റ്റേഷൻ, അതായത് ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ വാല്യൂ കാണുക എന്നുള്ളതായിരുന്നു. സോ ഫിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം അറിയേണ്ടത് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്താണെന്നുള്ളത് അറിയണം. അത് നമ്മൾ എം ആക്കി എടുക്കുന്നു. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ നമുക്കറിയാം, മീനും വാരിയൻസും എം ആണ്. വൺസ് എം ഈസ് നോൺ, ദ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പുട്ടിംഗ് ദാറ്റ് വാല്യൂ ഓഫ് എം ഇൻ ഇ റേസ് ടു മൈനസ് എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആ ഫംഗ്ഷനിൽ എമ്മിൻ്റെ വാല്യൂ കൊടുക്കുക. ഇ റേസ് ടു മൈനസ് എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. അതിൽ എമ്മിൻ്റെ വാല്യൂ കൊടുക്കുക. ദ എക്സ്പെക്റ്റഡ് ഓർ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ പുട്ടിംഗ് എക്സ് ഈക്വൽ ടു, അതിനുശേഷം എക്സിന് 0 സ്റ്റാർട്ടിങ് ഫ്രം 0 എന്ത് ചെയ്യുക, വാല്യൂസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻ എൻ ഇൻറ്റു e raised to m raised to x by x factorial. ഓക്കെ, പ്രോബ്ലം നോക്കാം. ഫിറ്റ് എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് കാൽക്കുലേറ്റ് ദ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ എക്സ് വന്നിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂസ് അതുപോലെ ഫ്രീക്വൻസീസ്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് വന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3, 4. ഫ്രീക്വൻസിയുടെ വാല്യൂ എക്സ് 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 1, 2, 3. ദെൻ 1 ആകുമ്പം 59, 2 ആകുമ്പം 14, 3 ആകുമ്പോൾ 3 ആണ്, 4 ആകുമ്പോൾ 1 ആണ്. ഇനി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇതിനെ ജസ്റ്റ് ഒരു ടേബിൾ ആക്കുന്നു. ആദ്യത്തെ ഇതിൽ എക്സ് എന്ന് കൊടുക്കുക, രണ്ടാമത്തേൽ എഫ് എന്ന് കൊടുക്കുന്നു, മൂന്നാമത്തേൽ എഫ് ഇൻറ്റു എക്സ്. ഓക്കെ, എക്സിൻ്റെയിൽ നമ്മൾ ഓരോ ഫ്രീക്വൻസീസ് കൊടുത്തിരിക്കുകയാണ്. എക്സിന് ഓരോ വാല്യൂസ് 0, 1, 2, 3, 4. ദെൻ അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് സെക്കൻഡ് കോളത്തിൽ. എക്സിന് 0 ആകുമ്പം ഫ്രീക്വൻസി 1, 2, 3. എക്സ് 1 ആകുമ്പോൾ ഫ്രീക്വൻസി 59, 2 ആകുമ്പം 49, 3 ആകുമ്പം 1, 3 ആകുമ്പം 3, 4 ആകുമ്പം 1. ദെൻ എഫ് ഇൻറ്റു എക്സ് മൂന്നാമത്തെ കോളം. എഫ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു 1, 2, 3 നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. പിന്നെ 1 ഇൻറ്റു 59, 59, 2 ഇൻറ്റു 14, 28, ദെൻ 3 ഇൻറ്റു 3, 9, ദെൻ 4 ഇൻറ്റു 1 ഈസ് 4. അതുപോലെ സിഗ്മ എഫും സിഗ്മ എഫ് എക്സും വാല്യൂസ് കണ്ടെത്തുന്നു. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എഫിൻ്റെ സമ്മ് നമുക്ക് മൊത്തം 200 കിട്ടും. ഇനി സിഗ്മ എഫ് എക്സ് ആണെങ്കിൽ അതിൻ്റെ സമ്മ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100. ഓക്കെ, അപ്പോൾ അത്രയും കേട്ടിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മീനിൻ്റെ വാല്യൂ കാണാം. എക്സ് ബാർ സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ
ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ആഡ് ചെയ്താണ്. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 200 നമുക്കറിയാം. സോ 100 ബൈ, അതുപോലെ സിഗ്മ എഫ് എക്സ് നമുക്കറിയാം കിട്ടിയിട്ടുണ്ട് 100 ആണ്. അപ്പം 100 ബൈ 200, എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ദസ് എം ഈക്വൽ ടു 0.5. ഓക്കെ, നമ്മുടെ പാരാമീറ്റർ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് എം ആണ്. സോ അതിൻ്റെ വാല്യൂ 0.5 ആണ്. ഇനി അടുത്തത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ ഫ്രീക്വൻസി, നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യാനുള്ളത്. സോ നമുക്കറിയാം e റൈസ് ടു മൈനസ് എം എം റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. സോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു e റൈസ് ടു എമ്മിൻ്റെ വാല്യൂ 0.5 ആണ്. അപ്പം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. e റൈസ് ടു എം എന്നുള്ളിടത്ത് മൈനസ് 0.5, ദെൻ എമ്മിൻ്റെ വാല്യൂ 1.5 ആണ്. 1.5 ഹോൾ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, ഇനി തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് ആർ. നമ്മൾ അഗൈൻ ഒരു ടേബിൾ വരയ്ക്കുന്നു. എക്സിന് 0 ആകുമ്പോൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ പി ഓഫ് എക്സ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എക്സിന് 0, എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് 0.5, ഇ റൈസ് ടു മൈനസ് എം ആണ്. അപ്പം എം 0.5 ആണ്. സോ ഇ റൈസ് ടു മൈനസ് 0.5 ഇൻറ്റു 0.5 ഹോൾ റൈസ് ടു 0 divided by 0 factorial, right? അപ്പോൾ നമുക്കറിയാം 0.5 ഹോൾ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. പിന്നെ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 0.5ൻ്റെ വാല്യൂ നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും, ഒരു പർട്ടിക്കുലർ കീ ഉണ്ടായിരിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇ റൈസ് ടു എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അതിൻ്റെ അവിടെ നമ്മൾ 0.5 അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഇതിന് നമുക്ക് കിട്ടുന്നത് 0.065 ആണ്. അപ്പോൾ തിയററ്റിക്കൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസിയുടെ വാല്യൂ ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. പി ഓഫ് എക്സ് നമുക്ക് 0.065 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് ഇവിടെ കിട്ടിയത് 200 ആണ്, സിഗ്മ എഫ്, റൈറ്റ്? അപ്പോൾ നമ്മൾ n ഇൻറ്റു പി ഓഫ് എക്സ്, ദാറ്റ് ഇസ് 200 ഇൻറ്റു 0.6065 കിട്ടുന്നത് 121 ആണ്. അടുത്തത് എക്സിന് 1 കൊടുക്കുമ്പോൾ അഗൈൻ ഇ റൈസ് ടു 0.5 ഇൻറ്റു 0.5 ഹോൾ റൈസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. സെയിം പരിപാടി തന്നെ, വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണോ നോക്കുക. അപ്പം 0.5 റൈസ് ടു 1 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ, പിന്നെ ഇ റൈസ് ടു മൈനസ് 0.5 ഉണ്ട്. നമുക്ക് ഏകദേശം കിട്ടുന്ന വാല്യൂ 0.30325 ആണ്. അതിനെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 61 ആയിരിക്കും. ഇനി അടുത്തത് എക്സിന് 2 കൊടുക്കുക. ഇ റൈസ് ടു 0.5 ഹോൾ റൈസ് ടു ഇൻറ്റു 0.5 ഹോൾ റൈസ് ടു 2 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. എക്സിന് 2 കൊടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് വാല്യൂ 0.0766 ആണ്. അതിന് 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കിട്ടുന്ന വാല്യൂ 15. അടുത്തത് എക്സിന് 3 ആകുമ്പോൾ
e raised to minus 0.5 into 0.5 all raised to 3 divided by 3 factorial. കിട്ടുന്ന വാല്യൂ 0.0127 ആണ്. അതിനെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, ആ ടോട്ടൽ ഫ്രീക്വൻസി 200 ആണ്, ഇൻറ്റു 0.0127 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 3 ആണ്. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഓക്കെ, എക്സാക്റ്റ് വാല്യൂ ആയിക്കൊള്ളുന്നില്ല. അടുത്തത് എക്സിന് 4 കൊടുക്കുമ്പോൾ e raised to minus 0.5 all raised to 4, അതായത് എക്സ് 0.5 all raised to x ആണ്, എക്സിൻ്റെ വാല്യൂ 4 ആണ്, ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.0016. സോ 200 ഇൻറ്റു ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 0.0016 ചെയ്യുമ്പോൾ അറൗണ്ട് 0 റേഞ്ചിലൊരു വാല്യൂ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ 0 എന്ന് എടുത്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഫിറ്റിംഗ് ചെയ്യുന്നത്. അതായത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്നു, എന്നിട്ട് അതിനെ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ കാണുന്നു, എന്നിട്ട് അതിനെ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിറ്റഡ് വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ.